ഈ വർഷം പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും മോശം സിനിമയെന്ന വിമർശനം. മര്യാദക്ക് ഒരു പോസ്റ്റർ പോലും ഇല്ല, ട്രെയിലർ ഇല്ല, പ്രൊമോഷണൽ ടൂർ ഇല്ല, വളരെ മോശം ആനിമേഷൻ, വിചിത്രമായ വോയിസ് ഓവർ. 15 സെക്കൻഡിൽ മാത്രം താഴെ ദൈർഘ്യമുള്ള ഒരു ലീക്ക്ഡ് വിഷ്വലിന് പിന്നാലെ ചൈനീസ് ചിത്രം നിയൂലായി നേരിട്ടത് വലിയ രീതിയിലുള്ള കളിയാക്കലുകളാണ്. എന്നാൽ ആ കളിയാക്കലുകൾ തന്നെ സിനിമയെ വിസ്മയിപ്പിക്കും വിധത്തിലുള്ള വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. സംവിധായകനോ നിർമ്മാതാവോ ഒരിക്കൽ പോലും വിചാരിക്കാത്ത അത്ര വലിയൊരു വിജയം. ഇന്റർനെറ്റ് പല സിനിമകളെയും നശിപ്പിക്കുന്നു എന്ന് പറയുന്ന കാലത്ത് അതേ ഇന്റർനെറ്റ് രക്ഷിച്ച സിനിമയായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് നിയൂലായി. ആഗസ്റ്റ് 5-നാണ് സിനിമ തിയേറ്ററുകളിലെത്തിയത്. ആദ്യത്തെ 10 ദിവസത്തിൽ 10,000 യുവാൻ, അതായത് $1,500 പോലും സിനിമ സ്വന്തമാക്കിയില്ല. $30 താഴെ മാത്രം കളക്ഷൻ നേടിയ ദിവസം വരെ ഉണ്ടായി. സിമ്പിൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ക്യാരക്ടേഴ്സിന്റെ സ്റ്റിഫായ മൂവ്മെന്റ്സും എല്ലാം ആളുകൾ എളുപ്പത്തിൽ നോട്ടീസ് ചെയ്തു. AI-യേക്കാൾ മോശമാണെന്നും ഒരു സ്റ്റുഡന്റ് പ്രൊജക്ട് പോലെയുണ്ടെന്നും വരെ കളിയാക്കലുകൾ വന്നു. സിനിമയുടെ ഭാവി മാറിയത് ഒരു ലീക്ക്ഡ് വിഷ്വലിൽ നിന്നാണ്. ഒരു സിനിമ ലീക്കായാൽ തിയേറ്ററിൽ ആളുകൾ എത്തുന്നതിൽ ഗണ്യമായ കുറവുണ്ടാകും. ഇല്ലീഗലാണെങ്കിലും ആ ലീക്ക്ഡ് പ്രിന്റ് കണ്ട് തിയേറ്ററിലെത്തുന്ന കാശ് ലാഭിക്കുന്നവർ ധാരാളമാണ്. എന്നാൽ ലീക്ക്ഡ് ക്ലിപ്പ് ഇന്റർനെറ്റിൽ വൈറലായതാണ് നിയൂലായുടെ തലവര മാറ്റിയത്. ആദ്യം കളിയാക്കലായി തുടങ്ങിയെങ്കിലും പിന്നീട് ആളുകൾക്ക് കൗതുകമായി. ആ ക്ലിപ്പിൽ കാണുന്നത്ര മോശമാണോ മുഴുവൻ സിനിമയും എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി അവരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചു. ഇതോടെ ബോക്സ് ഓഫീസ് കളക്ഷനും ശരവേഗത്തിൽ കുതിച്ചു. ആഗസ്റ്റ് 15 സിനിമയുടെ ഡെയിലി കളക്ഷൻ 7,17,000 യുവാനിലേക്ക് ഉയർന്നു. ഇതോടെ തിയേറ്റർ ഉടമകൾ കൂടുതൽ ഷോകൾ നിയൂലായിക്ക് നൽകി. ആഗസ്റ്റ് 17 മാത്രം സിനിമ സ്വന്തമാക്കിയത് 17.1 മില്യൺ യുവാനാണ്, അതായത് $2.5 മില്യൺ. ഇതോടെ ഈ വർഷം എത്തിയ ചൈനീസ് ആനിമേഷൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ 10 സിനിമകളിൽ ഒന്നായും നിയൂലായി മാറി. ആഗസ്റ്റ് 18-നും സിനിമ അതിന്റെ അൺഎക്സ്പെക്റ്റഡ് റണ്ണ് തുടർന്നു. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയെ അടക്കം കടത്തിവെട്ടി ചൈനീസ് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ 4-ാം സ്ഥാനത്ത് വരെ സിനിമ എത്തി. സ്പൈഡർമാനോടും നോളന്റെ ഒഡീസിയോടൊപ്പമാണ് ഇപ്പോൾ നിയൂലായുടെ ടിക്കറ്റ് സെയിൽസ് കോമ്പറ്റീഷൻ. നിയൂലായിയെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് സിനിമ പിറവിയെടുത്ത കഥയാണ്. വെറും 2 പേർ ചേർന്നാണ് എഴുത്തും സംവിധാനവും ആനിമേഷനും എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം ചെയ്തത്. ഒരമ്മയും മകനും ചേർന്ന്. സംവിധായകൻ ഷിൻ യു മെങ്ങും അമ്മ സൺ ലിഫാനും ചേർന്ന് 5 വർഷമെടുത്താണ് നിയൂലായി നിർമ്മിച്ചത്. സൺ ലിഫാങ്ങിന്റെ പ്രായം 60-ന് മുകളിലാണ്. മകന്റെ സ്വപ്നത്തിനെ പിന്തുണയ്ക്കാൻ അവർ ആനിമേഷൻ പ്രൊഡക്ഷൻ പഠിക്കുകയായിരുന്നു. സ്ക്രീൻ റൈറ്ററായും വോയിസ് ആർട്ടിസ്റ്റായും സിംഗറായും എല്ലാം ആ അമ്മ മകന്റെ സിനിമയിലെത്തി. 5 വർഷവും മകന്റെ ഒപ്പം തന്നെയായിരുന്നു അവരും ഉണ്ടായിരുന്നത്. മറ്റൊരു ടീം പോലും കൂടെ ഇല്ലാതെ വീട്ടിലെ കമ്പ്യൂട്ടറിലാണ് ഈ സിനിമ 2 പേരും ചേർന്ന് നിർമ്മിച്ചത്. വളരെ ചെറിയ ബജറ്റാണ് നിയൂലായുടേത്. വെറും $200 താഴെ മാത്രമാണ് സിനിമ നിർമ്മിക്കാൻ ചിലവായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ വെറും $15,000 താഴെ മാത്രമാണ്. 2021 വരെ അവർക്ക് സിനിമ ഇൻഡസ്ട്രിയുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു താനും. ഈ സാഹചര്യങ്ങളെല്ലാം മറികടന്ന് സിനിമ $2.5 മില്യൺ നേടിയെങ്കിൽ അതിനെ അത്ഭുതമെന്ന് മാത്രമേ പറയാനാകൂ. സിനിമയുടെ ക്വാളിറ്റിയിൽ പലരും അതൃപ്തി പ്രകടിപ്പിക്കുകയും റിലീസ് ചെയ്യരുതെന്ന് തന്നോട് അഭിപ്രായപ്പെട്ടതായും നിയൂലായുടെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു. എന്നാൽ സംവിധായകൻ തന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിതരണവുമായി മുന്നോട്ട് പോയത്. ആദ്യ ദിവസം 245 തിയേറ്ററിലാണ് സിനിമ എത്തിയത്. എന്നാൽ ആഗസ്റ്റ് 14 തിയേറ്ററുകളുടെ എണ്ണം 4-ആയി കുറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സിനിമയിലെ വിഷ്വൽ വൈറലായതോടെ ഡെയിലി സ്ക്രീനിങ്ങിന്റെ എണ്ണം 21-ൽ നിന്ന് 359-ലേക്കും അതിനു മുകളിലേക്കും കൂടി. ഒരു പ്രോപ്പർ പ്രൊമോഷണൽ പോസ്റ്റർ പോലും ഇല്ലാത്തതിനാൽ തിയേറ്റർ സ്റ്റാഫുകൾ സ്വന്തമായി പോസ്റ്ററുകൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഒരു ഇങ്ക്വാഷ് പെയിന്റിംഗ് പോസ്റ്ററാണ് സിനിമയുടെ ആകെയുള്ള ഒഫീഷ്യൽ പ്രൊമോഷണൽ മെറ്റീരിയൽ. അതാകട്ടെ സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി മിസ്ലീഡ് ചെയ്യുന്ന മനോഹരമായ പോസ്റ്ററും. അതേസമയം ലോ ക്വാളിറ്റിയിലെത്തുന്ന ഇത്തരം സിനിമകൾ ഓഡിയൻസിന്റെ ആസ്വാദന നിലവാരം താഴ്ത്തുമെന്നും അതിനാൽ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യരുതെന്നും അഭിപ്രായമുയരുന്നുണ്ട്. സിനിമയ്ക്ക് കിട്ടിയ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യുന്നുവെന്നും അടുത്ത വർക്കിൽ അതെല്ലാം മാറ്റാൻ ശ്രമിക്കുമെന്നും ഷിൻ യു മെങ്ങും പറയുന്നു. ബിഗ് ബജറ്റ് സിനിമകൾ സ്ക്രീനുകളിൽ നിറയും നേരം ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് നിയൂലായി. ഓട്ടം നിർത്തുമ്പോൾ സിനിമ സ്വന്തമാക്കാൻ പോകുന്ന കളക്ഷൻ എത്രയാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.